അതേസമയം നിയമവിരുദ്ധമായ പരിഗണന ഒരാൾക്കും നൽകിയില്ലെന്ന് മുഖ്യമന്ത്രിക്ക് വേണ്ടി മറുപടി പറഞ്ഞ മന്ത്രി എം.ബി. രാജേഷ് പറഞ്ഞു. പ്രതിപക്ഷം ജനങ്ങൾക്കിടയിൽ തെറ്റിദ്ധാരണയുണ്ടാക്കാൻ ശ്രമിക്കുന്നു. നേരത്തെ തയ്യാറാക്കിയ തിരക്കഥ അനുസരിച്ചാണ് പ്രതിപക്ഷം പ്ലക്കാർഡുകളുമായി എത്തിയതെന്നും മന്ത്രി പറഞ്ഞു. ഒരു സംശയത്തിനും ഇടയില്ലാത്ത വിധത്തിൽ വ്യക്തമാക്കിയതാണ്. ഇങ്ങനെ ഒരു ശിക്ഷാ ഇളവ് സർക്കാർ പരിഗണിക്കുന്നതേയില്ല എന്നുള്ള കാര്യം വ്യക്തമാക്കിയതാണ്. മാത്രമല്ല, തെറ്റായ റിപ്പോർട്ട് തേടിയവർക്കെതിരായി നടപടിയും സർക്കാർ സ്വീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം പ്രതിപക്ഷം ഇപ്പോൾ ഇതിനെ കുടില രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടിയാണ് ഈ ദുഷ്പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇല്ലാത്തൊരു പ്രശ്നം പ്രതിപക്ഷം ഉയർത്തിക്കൊണ്ടുവരിക, എന്നിട്ട് സഭയുടെ സമയം അതിനുവേണ്ടി അപഹരിക്കുക, എന്നിട്ട് ജനങ്ങൾക്കിടയിൽ തെറ്റിദ്ധാരണ സൃഷ്ടിക്കുന്ന പ്രചരണം നടത്തുക. ഇന്ന് ഒരു കാര്യം വ്യക്തമായി, സർക്കാർ ഇത് പരിഗണിക്കുന്നില്ല എന്ന് വ്യക്തമാക്കിയിട്ടും പ്രതിപക്ഷം പ്ലക്കാർഡുകളുമായിട്ട് വന്നത് മുൻകൂട്ടി നിശ്ചയിച്ച തിരക്കഥയാണ്. വാർത്തയുടെ വിശദാംശങ്ങളുമായി വിഷ്ണു കരുണാകരൻ ചേരുന്നു. വിഷ്ണു, നിയമവിരുദ്ധമായ പരിഗണന ഒരാൾക്കും നൽകിയില്ലെന്നാണ് എം.ബി. രാജേഷ് പറയുന്നത്. വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ഒരു സബ്മിഷൻ സമർപ്പിക്കുന്ന സാഹചര്യം, അതായത് ടി.പി. ചന്ദ്രശേഖർ വധക്കേസുമായി ബന്ധപ്പെട്ട് പ്രതികൾക്ക് ശിക്ഷ ഇളവ് നൽകാൻ നീക്കം നടന്നു എന്ന് ആരോപിച്ചാണ് പ്രതിപക്ഷം ഇന്ന് സബ്മിഷൻ നൽകിയത്. നേരത്തെ തന്നെ അടിയന്തര പ്രമേയമായി അവതരിപ്പിക്കാനിരുന്ന സംഭവമായിരുന്നു. അതിന് വലിയ പ്രസക്തിയില്ലെന്നും അത്തരത്തിലുള്ള നീക്കം നടന്നില്ല എന്ന് ചൂണ്ടിക്കാട്ടി സ്പീക്കറാണ് അടിയന്തര പ്രമേയത്തിനുള്ള അനുമതി തള്ളിയിരുന്നത്. എന്നാൽ അത് സബ്മിഷനായി അനുവദിക്കുമെന്ന് അറിയിച്ചിരുന്നു. അന്ന് പ്രതിപക്ഷ ബഹളം ഉണ്ടായതിനെ തുടർന്ന് സഭ പിരിച്ചുവിട്ടതിനാൽ ഇന്നാണ് വീണ്ടും അത് അവതരിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായത്. ഏതായാലും വിഷയത്തിൽ ഈ ആരോപണവുമായി ബന്ധപ്പെട്ട സബ്മിഷനുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾക്കിടയിൽ സഭ പ്രക്ഷുബ്ധമായ സാഹചര്യമാണ് ഉണ്ടായത്. വിവാദത്തിന് ശേഷം ഇളവിനുള്ള പോലീസ് നീക്കം ഉണ്ടായെന്ന് പ്രതിപക്ഷം ആരോപിക്കുന്നുണ്ട്. പ്രതികളിൽ ഒരാളായ മനോജിന് ശിക്ഷ ഇളവ് നൽകുന്നതിന്റെ ഭാഗമായി പോലീസ് ഇന്നലെ കെ രമയുടെ അഭിപ്രായം തേടിയെന്നും വി.ഡി. സതീശൻ വ്യക്തമാക്കിയിട്ടുണ്ട്. അത്തരത്തിലുള്ള സാഹചര്യം ഉണ്ടായിരുന്നു. ഇന്നലെ രാത്രി വരെയും പ്രതികളെ സംരക്ഷിക്കാനായുള്ള നീക്കത്തിൽ പോലീസ് മൊഴിയെടുക്കുന്നു, അടുത്ത ബന്ധുക്കളെ തന്നെ മൊഴിയെടുക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ പ്രതിപക്ഷ നേതാവിന്റെ സബ്മിഷന് മുഖ്യമന്ത്രിക്ക് വേണ്ടി എം.പി. രാജേഷാണ് മറുപടി നൽകിയത്. പ്രതിപക്ഷം ജനങ്ങൾക്കിടയിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്നുവെന്നാണ് എം.പി. രാജേഷ് പറയുന്നത്. അത്തരത്തിലുള്ള നീക്കം നടന്നിട്ടില്ല എന്നും ഇത് ഇത്തരത്തിലുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കി ഇത് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി സഭയിൽ അവതരിപ്പിച്ചുവെന്നാണ് ചൂണ്ടിക്കാട്ടിയത്. അതേസമയം പ്രതികൾക്ക് ഒരു കാരണവശാലും ശിക്ഷ ഇളവ് നൽകില്ലെന്ന് സർക്കാരിന്റെ ഉറപ്പ് വേണമെന്നാണ് പ്രതിപക്ഷം ആവശ്യപ്പെട്ടിരിക്കുന്നത്. പുതുക്കിയ ശിക്ഷ ഇളവ് പട്ടിക സർക്കാരിന്റെ പരിഗണനയ്ക്ക് എത്തിയിട്ടില്ലെന്ന് എം.പി. രാജേഷും അറിയിച്ചിട്ടുണ്ട്. പട്ടിക ലഭ്യമാക്കുന്നത് ജയിൽ മേധാവിക്കാണെന്നും അല്ലാത്തവർ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അത് പുനഃപരിശോധിക്കാൻ ആവശ്യപ്പെട്ടുവെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. ഇന്ന് അതുമായി ബന്ധപ്പെട്ടാണ് 3 പേരെ സസ്പെൻഡ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. അത് ജയിലുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച സബ്മിഷൻ നോട്ടീസിൽ പറയാത്ത കാര്യം പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ചെന്നും സഭയിൽ ആരോപണം ഉയർന്നു. ഏതായാലും ഈ വിമർശനത്തിന് പിന്നാലെ തന്നെ പ്രതിപക്ഷം നിയമസഭയുടെ നടുത്തളത്തിൽ ഇറങ്ങി പ്രതിഷേധിക്കുന്ന സാഹചര്യം ഉണ്ടായി. പിന്നാലെയാണ് തുടർന്ന് പ്രതിപക്ഷം സഭ വിട്ടിറങ്ങുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. വിഷ്ണു.